മൊഡ്യൂൾ 5-ല് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന മാക്രോ പ്രൊസസ്സർ എന്താ, മാക്രോ പ്രൊസസ്സറിന്റെ ഡെഫിനേഷൻ, എക്സ്പാൻഷൻ, പിന്നെ അതിന്റെ അൽഗോരിതം, പിന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സ്. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ്, ഡിവൈസ് ഡ്രൈവേഴ്സ്, പിന്നെ ക്യാരക്ടർ ആൻഡ് ബ്ലോക്ക് ഡിവൈസ് ഡ്രൈവേഴ്സ്, പിന്നെ ടെക്സ്റ്റ് എഡിറ്റർ, ഡീബഗ്. ഇത്രയാണ് നമ്മൾ 5th മൊഡ്യൂളിൽ കാണാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് മാക്രോ പ്രീ പ്രൊസസ്സർ ആണ് കാണാൻ പോകുന്നത്. പ്രീ പ്രൊസസ്സർ എന്നാ? ഹലോ, ഹാഷ് ഡിഫൈൻ അത് തന്നെ. നമ്മൾ സി കോഡിലാണെങ്കിൽ ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഹാഷ് ഡിഫൈനിൽ നമ്മൾ ഹാഷ് ഡിഫൈൻ കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ പറയും. ആ വേരിയബിൾ എന്താണ്, അതിന്റെ വാല്യൂ, അതാണ് നമ്മൾ പിന്നെ പറയുന്നത്. അപ്പം ഹാഷ് ഡിഫൈൻ പൈ 3.14 നമ്മൾ പറയുകയാണെങ്കിൽ പൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് 3.14. അപ്പൊ നമ്മൾ ഈ നമ്മൾ യൂഷ്വലി ഈ ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വൈറ്റ് മെയിൻ പറയുന്നു, പിന്നെ പ്രോഗ്രാം കോഡ് വരുന്നു. അപ്പം പ്രോഗ്രാം കോഡിന്റെ അകത്ത് പൈ എന്ന് പറയുന്ന വേരിയബിൾ എവിടെയെങ്കിലും കണ്ടാൽ ഇറ്റ് വിൽ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ 3.14. അപ്പം ഇങ്ങനെ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം മാക്രോ പ്രൊസസ്സറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സോഴ്സ് കോഡിൽ മാക്രോ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ദി എക്സ്പാൻഡഡ് കോഡ് ബൈ മാക്രോ പ്രൊസസ്സർ. ഇനി എക്സ്പാൻഡഡ് കോഡ് വിൽ ബി compiled by the compiler or assembler and it will get converted to object code. ഇതാണ് മാക്രോ പ്രൊസസ്സറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ മാക്രോ പ്രൊസസ്സറിന്റെ അകത്ത് ഡെഫിനിഷന്റെ അണ്ടറിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. കോപ്പി കോഡ്, പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ മാക്രോ ഇൻസ്ട്രക്ഷൻ, ഡിഫൈനിങ് മാക്രോസ്. അപ്പൊ നമ്മൾ ഇപ്പം സി കോഡിൽ ഹാഷ് ഡിഫൈൻ പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളൊരു വാല്യൂ ഡിഫൈൻ ചെയ്ത് പറയാം. ഇനി ഈ വാല്യൂ മാത്രമല്ല, നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് പറയാൻ പറ്റും. അപ്പം അതാണ് ഈ ഡിഫൈനിങ് മാക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ശരിക്കും കാണും. അപ്പം ഇവിടെ നമ്മൾ മാക്രോ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്രോ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഇനി ഇതെന്ന് പറയുന്നത് മാക്രോ നെയിം. നമ്മളൊരു മാക്രോനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു നെയിം കൊടുക്കുന്നു. അത് നമ്മൾ ഇവിടെ ആയിരിക്കും എഴുതുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ഇനി ഈ നെയിം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി മാക്രോ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സെറ്റ് ഓഫ് കോഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി സെറ്റ് ഓഫ് കോഡ് എൻഡ് ചെയ്യുന്നത് മാക്രോ എൻ. അപ്പൊ ഇവിടാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതാണ് മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മാക്രോയ്ക്കും എംഎൻഡിന്റെ അകത്തും നമ്മൾ പറയുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് മാക്രോ ഡെഫിനിഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഈ ഏത് മാക്രോയുടെ ആണ് ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ ലേബൽ strg എന്ന് പറയുന്ന ആണ് മാക്രോയുടെ നെയിം. ആ മാക്രോ നെയിം നമ്മൾ പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ദിസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് which is written in between macro and ml. ക്ലിയർ ആയോ? അപ്പൊ അത് ഈ പറയുന്ന മാക്രോ എന്താന്നുള്ള ഡെഫിനിഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ പറയുന്ന മാക്രോനെ നമ്മൾ ഈ നെയിം വെച്ചായിരിക്കും വിളിക്കുക. ആ നെയിം നമ്മൾ വിളിച്ചാൽ മാക്രോ നെയിം പ്രോഗ്രാമിന്റെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മാക്രോ നെയിം വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ ഡെഫിനിഷന്റെ അകത്തുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എക്സ്പാൻഡ് ആവും. ഇനി അതുപോലെ ഇവിടെ ഒന്നും കൂടി വിളിച്ചു. അപ്പൊ അതേ ഈ പറയുന്ന ലേബലിന്റെ ഡെഫിനിഷന്റെ അകത്ത് വരുന്ന ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. ക്ലിയർ ആയോ? ഹലോ,
ഓക്കെ മിസ്. ഇനി ഈ പറയുന്ന മാക്രോ ഡെഫിനിഷൻ കണ്ടു. ഇനി നമ്മൾ അതൊരു സാമ്പിൾ കോഡിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രോഗ്രാം നെയിം ടെസ്റ്റ് എന്നുള്ളതാണ് സാമ്പിൾ കോഡ്. സ്റ്റാർട്ട് ഡയറക്ടറി കണ്ടു, അതിൻ്റെ എവിടാണ് മെമ്മറി അഡ്രസ്സ്. ഇനി ഇവിടെ ഒരു ലേബിൾ കണ്ടു. ഈ ലേബിൾ നെയിം കഴിഞ്ഞ് മാക്രോ കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് റെഫേഴ്സ് ടു എ മാക്രോ. അപ്പൊ ഈ ലേബൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മാക്രോനെയാണ് പറയുന്നത്. അപ്പൊ ഈ മാക്രോയ്ക്ക് നമ്മൾ ഇവിടെ ഈ മാക്രോ കഴിഞ്ഞ് നമ്മൾ ഈ മാക്രോ എന്നുള്ള പ്രീവിയസ് സ്ലൈഡില് മാക്രോ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഹലോ. ഇനി മാക്രോ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൈൻ വേരിയബിൾസ് വരാം. അപ്പൊ ആ വേരിയബിൾസ് വരുന്ന അതിനെ നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. കണ്ടോ? ഫംഗ്ഷനിൽ നമ്മൾ പാസ് ചെയ്യല്ലേ ആർഗ്യുമെന്റ്സ്, അത് നമ്മൾ ബ്രാക്കറ്റ്സിലായിരിക്കും പാസ് ചെയ്യുക. ഇവിടെ മാക്രോയ്ക്കും പാരാമീറ്റേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ നമ്മള് മാക്രോ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞിട്ടാണ് ഈ പാരാമീറ്റേഴ്സ് പറയാ. ഈ പാരാമീറ്റേഴ്സ് വേരിയബിൾ നെയിംസിന്റെ കൂടെ ആംപർസെന്റ് എന്ന് പറയുന്ന സിമ്പിളും കൂടി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളിവിടെ പാരാമീറ്റേഴ്സ് മാക്രോയുടെ കൂടെ പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത്. കണ്ടല്ലോ? ഹലോ, കണ്ടില്ലേ? കണ്ടു മിസ്. ഇത് ആർഗ്യുമെന്റ്സ് ആണ്. ഇനി ഈ മാക്രോനെയും വിളിക്കുമ്പോൾ ഈ ആർഗ്യുമെന്റ്സിന്റെ പാരാമീറ്റേഴ്സ് ഇത് ഇനി മാക്രോ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞ് നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാന്ന് കണ്ടു. ഇനി അത് കഴിഞ്ഞ് വരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണാം. ഇനി ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കഴിയുമ്പോൾ എംഎൻഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ച് എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ലേബൽ എന്ന് പറയുന്ന മാക്രോ നെയിമിന്റെ ഡെഫിനിഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതാണ് മാക്രോ ഡെഫിനിഷൻ. ഈ മാക്രോ ഡെഫിനിഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന മാക്രോനെ വിളിക്കാൻ പോവാണ്. ഇതാണ് മാക്രോനെ കോൾ ചെയ്യുന്നത്. മാക്രോ നെയിം പറയുന്നു, അത് കഴിഞ്ഞ് പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യും. ഇതാണ് മാക്രോ കോൾ. മാക്രോനെ വിളിക്കുന്നത് നമ്മുടെ ആ മാക്രോ നെയിം പറയാ. ആ മാക്രോ നെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ കൂടെ പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യാൻ ആ പാരാമീറ്റേഴ്സും മെൻഷൻ ചെയ്യും. ഇതെന്ന് പറയുന്നത് മാക്രോ കോൾ അല്ലെ മാക്രോ ഇൻവോക്കേഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? ഹലോ മിസ്, മാക്രോ ഇവിടെ നെയിം ഓക്കെ ക്ലിയർ ആയി മിസ്. ഇത് മാക്രോ ഡെഫിനിഷൻ. ഇനി മാക്രോ നമ്മൾ വിളിക്കണം എന്നുണ്ട്, മാക്രോയുടെ പേര് പറയാ. ഇനി ഈ പറയുന്ന ലേബലിന്റെ ഈ മാക്രോയ്ക്ക് പാരാമീറ്റേഴ്സും കൂടി നമ്മളിവിടെ ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. അപ്പം ആർഗ്യുമെന്റ്സ് ഉള്ളത് കൊണ്ട് ആർഗ്യുമെന്റും കൂടി നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തേ ഉള്ളൂ. പ്രീവിയസ് സ്ലൈഡിൽ നമ്മളിവിടെ എന്തോ സെയിം നെയിം യൂസ് ചെയ്യണമെന്നില്ല അല്ലേ? അതുപോലെ നമ്മൾ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വേറെ ആർഗ്യുമെന്റ് നെയിം അവിടെ ഇവിടെ നമ്മള് ആർഗ്യുമെന്റ് കോൾ ചെയ്യാൻ നേരത്തെ വേറെ ഈ സിക്കും എഫിന് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കേട്ടോ? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തെ ഇപ്പം ഫംഗ്ഷൻ കോൾ ആണെ ഫംഗ്ഷന്റെ പേര് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വാല്യൂസ് സ്പെസിഫൈ ഇല്ലേ, കോമ ഇട്ട് സിയിലൊക്കെ. ഇവിടെ നമ്മള് അത് സിമിലർ ആയിട്ട് പറയുന്നു. അപ്പൊ ഇവിടെ മാക്രോയുടെ പേര് പറയുന്നു, ആ ആർഗ്യുമെന്റ്സ് മെൻഷൻ ചെയ്യുന്നു. അതായത് ഈ പറയുന്ന ആർഗ്യുമെന്റ്സിന് ഓരോന്നിന് എന്താണ് വാല്യൂ വരേണ്ടത്. സിയുടെ വാല്യൂ ആയിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുക, എഫിന്റെ വാല്യൂ ആയിരിക്കും ഈ ആർഗ്യുമെന്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ആവുക. ക്ലിയർ ആയോ? അവിടെ ആ ഒരു ഡെഫിനിഷൻ എഴുതിയിരിക്കുന്ന മാക്രോ കോളും നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി കുറച്ച് ഈ സി യു എഫ് എന്താന്ന് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇൻറ്റിജർ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഇനി നമ്മൾ മാക്രോ പ്രൊസസ്സറിൽ
ഇതിനൊരു അൽഗോരിതം ഒക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഡിഫൈൻ ടാബ്, നാം ടാബ്, ആർഗ്യുമെന്റ് ടാബ്. മാക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. നാം ടാബ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആ ടേബിളിൽ നമ്മൾ ജസ്റ്റ് മാക്രോ നെയിം പറയും. പിന്നെ അത് രണ്ട് പോയിന്റേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഈ DF ടാബ് ഇല്ലേ, ഡിഫൈൻ ടാബ് എന്നാണ് വിളിക്കുന്നത്. ഡിഫൈൻ ടാബിൻ്റെ അകത്ത് മാക്രോ ഡെഫിനിഷൻ ആണ് ഉണ്ടാവുക. ഈ ഡിഫൈൻ ടാബിൻ്റെ അകത്ത് നമ്മൾ മാക്രോ ഡെഫിനിഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെയിം ടാബിൻ്റെ അകത്ത് മാക്രോ നെയിമും പോയിന്റേഴ്സ് ടു ദി ഡിഫൈൻ ടാബും. അപ്പൊ ഇവിടെ ഫസ്റ്റ് പോയിന്റർ വിൽ ബി പോയിന്റിങ് ടു ദി സ്റ്റാർട്ടിങ് ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ. ഇനി ഈ പോയിന്റ് വിൽ ബി പോയിന്റിങ് ടു ദി എൻഡ് ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ. ക്ലിയർ ആയോ? 2 ആർഗ്യുമെന്റ്സ്, 2 ഡേറ്റ സ്ട്രക്ചേഴ്സ് മനസ്സിലായോ? നാം ടാബും ഡിഫൈൻ ടാബും ക്ലിയർ ആണ്. ഇനി പറയുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അൽഗോരിതത്തിൽ. ഇനി ആർഗ്യുമെന്റ് ടാബ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആർഗ്യുമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ആർഗ്യുമെന്റ് ടാബ്. ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ 2 ആർഗ്യുമെന്റ്സ് ഇല്ലേ, അത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആർഗ്യുമെന്റ് ടാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാക്രോ പ്രോസസ്സറിൽ: ഡിഫൈൻ ടാബ്, നാം ടാബ്, ആർഗ്യുമെന്റ് ടാബ്. ഇനി ഈ മാക്രോ പ്രോസസ്സറിന് അൽഗോരിതം നമ്മൾ പഠിക്കാനുണ്ട്. അൽഗോരിതമാണ് ഇത്. പറയട്ടെ? അൽഗോരിതം 3 സ്ലൈഡിലായിട്ടാണ്. ഇനീഷ്യലി നമ്മൾ ഈ ഒരു സാമ്പിൾ കോഡ് വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനീഷ്യലി മാക്രോ പ്രോസസ്സർ തുടങ്ങുമ്പോൾ എക്സ്പാൻഡിംഗ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഫോൾസ് അസൈൻ ചെയ്യും. ഇനി ഓപ്പ് കോഡിന്റെ വാല്യൂ എൻഡ് ആകുന്നിടം വരെ നമുക്ക് പ്രോസസ് ചെയ്യണം ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മൾ ബിഗിൻ തുടങ്ങുമ്പോൾ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ഗെറ്റ് ലൈനിലോട്ട് പോകുന്നു. ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആണിത്. നമ്മൾ ഇനീഷ്യലി എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ എന്തായിരുന്നു? ഫോൾസ് അല്ലേ? അതെ. അപ്പം നമ്മൾ ഇഫ് എക്സ്പാൻഡിങ് ഫോൾസ് ആയിട്ട് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് പാർട്ടിലോട്ട് പോകും. എൽസ് പാർട്ടിലോട്ട് നമ്മൾ പറയുന്നത് റീഡ് നെക്സ്റ്റ് ലൈൻ ഫ്രം ദി ഇൻപുട്ട് ഫയൽ. അതായത് അടുത്ത ലൈൻ റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അടുത്ത ലൈൻ നമ്മൾ റീഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യുക സ്റ്റാർട്ട് ഡയറക്റ്റീവ് ആണല്ലോ. സ്റ്റാർട്ട് ഡയറക്റ്റീവ് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അടുത്ത ലൈൻ റീഡ് ചെയ്യുന്നു. റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ. അപ്പൊ ഇത് ഇനി നമ്മളുടെ പോയിന്റർ നിൽക്കുന്നത് ഈ ഒരു ലേബലിന്റെ അവിടെ നിൽക്കുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്ത ഫംഗ്ഷനിലോട്ട് പോകുന്നു, പ്രോസസ് ലൈൻ. പ്രോസസ് ലൈനിൽ പോകുമ്പം നമ്മൾ സെർച്ച് ചെയ്യാണ് നാം ടാബിലോട്ട് ഫോർ ദി ഓപ്പ് കോഡ്. അപ്പം നാം ടാബിൽ പോകുമ്പോൾ ഇവിടെ ഓപ്പ് കോഡിന്റെ അവിടെ എന്താ വാല്യൂ? ഓപ്പ് കോഡിന്റെ പൊസിഷൻ എവിടെ? ഇവിടെ അല്ലേ? ഇവിടെ നമ്മൾ സ്ട്രക്ചർ ഓഫ് എ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലേബല് പറയും, ഇവിടെ നമ്മൾ ഓപ്പ് കോഡ് കാണും, ഇവിടെ നമ്മൾ ഓപ്പറന്റും പറയും. അപ്പൊ നമ്മള് ഈ ഒരു നമ്മുടെ പോയിന്റർ നിൽക്കുന്ന ഈ ലൈനിലാണ് നമ്മൾ ഈ ലൈൻ റീഡ് ചെയ്തിരിക്കുകയാണ് ഇൻപുട്ട് ഫയലിൽ നിന്ന്. അപ്പൊ ഓപ്പ് കോഡിന്റെ വാല്യൂ റീഡ് ചെയ്തു. അപ്പം അത് ഓപ്പ് കോഡിന്റെ വാല്യൂ നാം ടാബില് നമ്മള് നാം ടാബില് നമ്മൾ ആദ്യം ഈ പറയുന്ന
നാം ടാബിൽ സെർച്ച് ചെയ്യാൻ കാര്യം ഇവിടെ ഓപ്പ് കോഡിന്റെ പൊസിഷനിൽ ഒന്നെങ്കിൽ ഈ ഓപ്പ് കോഡുകൾ ഏതെങ്കിലും ലൈൻസ് ഓഫ് കോഡ് ഓപ്പ് കോഡുകൾ വരാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന ലേബലിന്റെ മാക്രോ നെയിം കോൾ ചെയ്യുമ്പോഴും അത് വരുന്നത് ഓപ്പ് കോഡ് പൊസിഷനിലല്ലേ. ഹലോ, ഒന്നുകൂടെ പറയാം മിസ്സേ. നമ്മള് പ്രോസസ് ലൈനിൽ എത്തിയെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഓപ്പ് കോഡ് പൊസിഷനില് നാം ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നേ? മാക്രോ നെയിം അല്ലേ സ്റ്റോർ ചെയ്യുന്നേ? അതെ. അപ്പം അത് മാക്രോ കോള് വരുമ്പം ഈ മാക്രോ നെയിം വരുന്നത് ഈ ഓപ്പ് കോഡ് ഫീൽഡിലല്ലേ വരുന്നേ? അതെ. ആ, നമ്മൾ ഈ പ്രോസസ് ലൈനിൽ സെർച്ച് ചെയ്യുന്നത് ഓപ്പ് കോഡിന്റെ അവിടെ ഉള്ള വാല്യൂ നാം ടാബിലുണ്ടോ, അതായത് മാക്രോ കോൾ ആണോ എന്ന് അറിയാനാ ചെക്ക് ചെയ്യുന്നത്. അതായത് ഓപ്പ് കോഡ് പൊസിഷനിലുള്ള സാധനം നാം ടാബിൽ, അതായത് മാക്രോ നെയിം നാം ടാബിലുള്ള ഒരു മാക്രോ നെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ. അതാണോ നമ്മൾ കാണുമ്പോ അത് മാക്രോ അല്ലേ? അതെ, മാക്രോ. അങ്ങനെ ഒരു പേര് നമ്മൾ കൺസിഡർ ചെയ്ത ലൈനില് നാം ടാബിൽ ഇല്ലല്ലോ. അപ്പം ഇഫ് നമ്മൾ നാം ടാബിൽ കാണാത്തതുകൊണ്ട് അതിന്റെ എൽസ് പാർട്ടിലോട്ട് പോയി. എൽസ് പാർട്ടിൽ പോകുമ്പോ ഓപ്പ് കോഡിന്റെ വാല്യൂ മാക്രോ എന്നല്ലേ? മാക്രോ അല്ലേ? അപ്പൊ മാക്രോ ആന്ന് കണ്ടപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഡിഫൈനില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഈ മാക്രോ എന്നൊരു ഓപ്പ് കോഡ് കണ്ടു കഴിഞ്ഞാൽ ഇനി വരുന്നത് ഡെഫിനിഷൻ ആണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ ഡിഫൈൻ ടാബിലോട്ട് നോക്കുകയാണ്, അതാണ് ഈ പറയുന്നത്. അപ്പം ഈ പറയുന്ന മാക്രോ നെയിം എന്ത് ചെയ്യുന്നു? നാം ടാബിലോട്ട് കയറ്റുന്നു. ഹലോ, മാക്രോ എന്നുള്ള കീവേഡ് കണ്ടാൽ നമ്മൾ ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് എത്തി. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാക്രോ എന്ന് പറയുന്ന കീവേഡ് കണ്ട അതിന്റെ അർത്ഥം ഒരു മാക്രോ ഡെഫിനിഷൻ ആണ് വരുന്നതെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാക്രോയുടെ കൂടെ ഉള്ള നെയിം എടുത്ത് ആദ്യം നാം ടാബിലോട്ട് എൻ്റർ ചെയ്യുന്നു. അവിടെ നമ്മൾ മാക്രോ നെയിമും ആർഗ്യുമെന്റ്സ് ടു ദി പോയിന്റേഴ്സ് ടു ദി ഡിഫൈൻ ടാബ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വി ആർ എൻ്റർ മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻടു ഡിഫൈൻ ടാബ്. മാക്രോ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നു? ഫംഗ്ഷന്റെ പേരും നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സും ആയിരിക്കല്ലേ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ. അപ്പൊ ഇവിടെ നമ്മള് മാക്രോയുടെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇത് ആദ്യം എൻ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ ഡിഫൈൻ ടാബിൽ കണ്ടില്ലേ RD ബഫർ, ഈ പ്രോട്ടോടൈപ്പ് എൻ്റർ ചെയ്യാനാണ് ഈ പറയുന്നത്. കണ്ടോ? കണ്ടു. അതാണ് എൻ്റർ മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻടു ഡിഫൈൻ ടാബ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന ലൈന് എൻ്റർ ചെയ്യുന്നു. ഇതും ഈ പ്രോട്ടോടൈപ്പും എൻ്റർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ലെവൽ എന്ന് പറയുന്നത് 1 ആക്കി സെറ്റ് ചെയ്തു. ഇനി ലെവലിന്റെ വാല്യൂ 1 എന്നായണ്ട് നമ്മൾ ലൂപ്പിന്റെ അകത്ത് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മൾ ഗെറ്റ് ലെവലിലോട്ട് എത്തുമ്പോ ബ്രേക്ക് ആവുന്നുണ്ടോ? ലെവലിന്റെ വാല്യൂ 1 ആകുന്ന കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ആയി. അതുവരെ പറഞ്ഞുള്ളൂ, അങ്ങോട്ട് അധികം പോയില്ല. ലെവലിന്റെ വാല്യൂ 1 എന്ന് കണ്ടല്ലോ.
അപ്പൊ ഇനി നമ്മള് അപ്പൊ ലെവലിന്റെ വാല്യൂ 1 ആണ്. ഇനി വൈൽ ലൂപ്പിലോട്ട് പോകുന്നു. ലെവൽ ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അതെ. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നമ്മള് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ഗെറ്റ് ലൈനിലോട്ട് നമ്മൾ എത്തി. ഹലോ, അപ്പം ഗെറ്റ് ലൈനിൽ എത്തുമ്പോ എക്സ്പാൻഡിങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇപ്പോഴും ഫോൾസ് അല്ലേ? അപ്പൊ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയിട്ട് എൽസ് പാർട്ടിലോട്ട് പോകുന്നു. എൽസ് പാർട്ടിൽ എത്തുമ്പോ റീഡ് നെക്സ്റ്റ് ലൈൻ. അപ്പൊ റീഡ് നെക്സ്റ്റ് ലൈൻ എന്ന് പറയുമ്പം ഈ കോഡിലെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇവിടോട്ട് എത്തി. അപ്പൊ അവിടെ എത്തിക്കഴിയുമ്പോ ഡിഫൈൻ ടാബിൽ നിന്നാണ്, ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നാണ് ഗെറ്റ് ലൈനിലോട്ട് പോയത്. നമ്മള് ഗെറ്റ് ലൈൻ അപ്പം ഗെറ്റ് ലൈൻ എത്തി. ഇനി നോക്കുകയാണ് അത് കമന്റ് ലൈൻ ആണോ നോക്കുക. കമന്റ് ലൈൻ ആണോ? അല്ലല്ലോ. LD എന്ന് പറയുന്നത് കമന്റ് ലൈൻ അല്ലല്ലോ. അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്. അപ്പം ഇവിടെ ഇപ്പം പൊസിഷണൽ നൊട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപടി ലൈൻ എടുത്ത് എഴുതുക. ഈ ഒരു ലൈൻ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റർ ദി ലൈൻ ഇൻ ടു ഡിഫൈൻ ടാബ്. അപ്പൊ ആ ലൈൻ അതേപടി എൻ്റർ ചെയ്യാം. ഈ ഒരു ലൈൻ അതേപടി എൻ്റർ ചെയ്യാം. ഹലോ, ഇനി ഇവിടെ ഡിഫൈനില് ഇനി ഓപ്പ് കോഡിന്റെ വാല്യൂ മാക്രോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്പ് കോഡിന്റെ ഇവിടെ വാല്യൂ മാക്രോ അല്ലല്ലോ, LD അല്ലേ? അപ്പൊ LD ആയോണ്ട് നമ്മൾ ലെവൽ ഒന്നും കൂട്ടുന്നില്ല. മാക്രോ ആണെങ്കിൽ നമ്മൾ ലെവൽ കൂട്ടും. ക്ലിയർ ആയോ? അതായത് ഫോർ ലൂപ്പിന്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് വരിക എന്ന് വിചാരിക്കുക. നെസ്റ്റിങ് വരത്തില്ലേ? അപ്പൊ ഒരു മാക്രോയ്ക്കകത്ത് വേറൊരു മാക്രോ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഓപ്പ് കോഡ് മാക്രോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് നെസ്റ്റിംഗ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഓപ്പ് കോഡിന്റെ വാല്യൂ മാക്രോ എന്ന് കണ്ട ലെവൽ ഒന്ന് കൂട്ടുക. ഇനി ഓപ്പ് കോഡിന്റെ വാല്യൂ MN ആണെങ്കിൽ ലെവൽ ഒന്ന് കുറയ്ക്കുക. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് വരിക. വെളിയിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെവൽ ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അടുത്ത ലൈൻ റീഡ് ചെയ്യുക. അപ്പം എത്ര വരെ പോണം? MN ആവുന്നിടം വരെ. അപ്പൊ MN ഇങ്ങനെ ഓരോ ലൈനും റീഡ് ചെയ്ത് ഫുള്ള് റീഡ് ചെയ്ത് MN എത്തിക്കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ഓപ്പ് കോഡ് ഈക്വൽ MN എന്ന് കാണുക. അപ്പൊ ലെവൽ ഒന്ന് കുറയ്ക്കും. അപ്പൊ ലെവല് 0 ആവുമ്പോ നമ്മൾ ഈ വൈൽ ലൂപ്പിൽ കയറേണ്ട കാര്യമുണ്ടോ? അതായത് ഇവിടെ ഈ ഡെഫിനിഷനിലെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും എടുത്ത് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ടാബിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി പൊസിഷണൽ നൊട്ടേഷൻ കാണുകയല്ലേ, അവിടെ അതിനുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിക്കോളുക. അതാണ് ഇവിടെ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ കിടക്കുന്നേ. ആംപ്രസെന്റ് എന്നുള്ള കേസ് എന്തേലും ഉണ്ടോ ഇവിടെ?
ഡിഫൈൻ ടാബിൽ ഇല്ല, അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ ഡിഫൈൻ ടാബ് അതിൻ്റെ അകത്ത് നമ്മൾ ഡെഫിനിഷൻസ് മാക്രോ ഡെഫിനിഷൻ അതേപടി ഡിഫൈൻ ടാബിലോട്ട് കയറ്റുന്ന സ്റ്റെപ്സ് ആണ് ഡിഫൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ കണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് നോക്കി, ഗെറ്റ് ലൈൻ കമന്റ് ലൈൻ അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൊസിഷൻ നൊട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ഡിഫൈൻ ടാബിലോട്ട് കയറ്റുക. ഓപ്പ് കോഡിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു, മാക്രോ ആണോ, ലെവല് കൂട്ടുക. ഇനി ഓപ്പ് കോഡിന്റെ വാല്യൂ എമന്റ് ആണ്, ലെവല് കുറയ്ക്കുക. നമ്മൾ ഈ ലെവല് എമന്റ് ആവുമ്പോൾ ലെവല് 1 കുറയ്ക്കുമ്പോൾ നേരത്തെ ലെവല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1 അല്ലേ, അപ്പൊ ലെവല് 0 ആയി. നമ്മള് ഈ വൈലിന്ന് ഇറങ്ങുന്നു. വൈലിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ഇൻ നാം ടാബ് പോയിന്റേഴ്സ് ടു ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ഡെഫിനിഷൻ. അപ്പൊ മാക്രോ ഡെഫിനിഷൻ മൊത്തം കയറ്റി കഴിയുമ്പോൾ നാം ടാബിലോട്ട് ഈ 2 പോയിന്റേഴ്സ് എൻറ്റർ ചെയ്യും. ഒന്ന് ബിഗിനിങ് ഓഫ് ദി ഡെഫിനിഷൻ, രണ്ടാമത്തെ പോയിന്റർ എൻഡ് ഓഫ് ദി ഡെഫിനിഷൻ. ക്ലിയർ ആയോ? ഇതാണ് ഈ ഡിഫൈൻ എന്നുള്ളത് ഉദ്ദേശിക്കും. അപ്പം നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിഫൈൻ വിളിച്ച് എവിടെ ആയിരുന്നു? ഇവിടെ അല്ലേ? നമ്മൾ ഇവിടെ എത്തി. ഹലോ, ഇവിടുന്ന് എത്തി. ഇവിടുന്ന് നമ്മൾ ഇനി എങ്ങോട്ടാ പോണ്ടേ? പ്രോസസ് ലൈനിലോട്ടല്ലേ പോണ്ടേ? പ്രോസസ് ലൈനിലോട്ട് പോകുമ്പം ഡെഫിനിഷൻ മൊത്തം കയറി നമ്മൾ ഓപ്പ് കോഡിന്റെ വാല്യൂ അടുത്തത് ചെക്ക് ചെയ്യുന്നു. ഓപ്പ് കോഡിന്റെ വാല്യൂ എൻഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഗെറ്റ് ലൈനിലോട്ട് വരുന്നു. ഗെറ്റ് ലൈനിലോട്ട് പോകുമ്പം ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് എത്തുന്നു. എക്സ്പാൻഡിങ് അതുപോലെ തന്നെ ഡെഫിനിഷൻ കേട്ടി കഴിഞ്ഞിട്ട് നമ്മള് എംഎൻഡിൽ നിൽക്കുക. എംഎൻഡ് നിന്നപ്പോഴാണ് ഓപ്പ് കോഡ് ഈക്വൽ ടു എംഎൻഡ് വരെ എത്തുമ്പോഴാണ് ലെവൽ ഒന്ന് കുറച്ചത്. നാം ടാബിലോട്ട് പോയിന്റേഴ്സ് എത്തിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ആട്ടോ. ഇവിടോട്ട് എത്തിയില്ലേ? ഹലോ, ഇവിടം വരെ നിൽക്കുകയായിരുന്നു അല്ലേ? ഡിഫൈനിലോട്ട് നമ്മൾ എത്തിയപ്പം ഓപ്പ് കോഡിൽ എംഎൻഡ് എത്തിയപ്പോഴാണ് ലെവൽ ഒന്ന് കുറച്ചത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിപ്പോ കറന്റ് അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഡിഫൈനിന്ന് എത്തി തിരിച്ചു വരുന്നത് ഇവിടോട്ട് എത്തി. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇവിടെ എത്തി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വൈൽ ലൂപ്പിലോട്ട് പോവാണ്. ഓപ്പ് കോഡിന്റെ വാല്യൂ എൻഡ് അല്ലല്ലോ, എംഎൻഡ് തന്നെയല്ലേ അവിടെ നിൽക്കുന്നേ, എൻ ഡയറക്റ്റീവ് അല്ല. ഇനി ഗെറ്റ് ലൈനിലോട്ട് പോയി. ഗെറ്റ് ലൈനിലോട്ട് പോയപ്പം അടുത്ത ലൈൻ റീഡ് ചെയ്യാൻ പറഞ്ഞു. എക്സ്പാൻഡിങ് ഇപ്പോഴും ഫോൾസ് അല്ലേ, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. എൽസ് പാർട്ടിലോട്ട് റീഡ് നെക്സ്റ്റ് ലൈൻ. റീഡ് നെക്സ്റ്റ് ലൈൻ വന്നപ്പം നമ്മൾ വരുന്നത് ഇവിടാണ്. റീഡ് നെക്സ്റ്റ് ലൈനിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഗെറ്റ് ലൈൻ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് എത്തി. ഇവിടെ പ്രോസസ് ലൈനിലോട്ട് പോവാം. പ്രോസസ് ലൈനിൽ പോയപ്പം ആദ്യം നമ്മൾ നാം ടാബ് സെർച്ച് ചെയ്യാണ് ഫോർ ദി ഓപ്പ് കോഡ്. ഓപ്പ് കോഡിന്റെ പൊസിഷനിൽ ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ഈ പറയുന്ന സാധനം നാം ടാബിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പൊ അത് നമ്മൾ നാം ടാബിൽ നോക്കി ഇപ്പൊ കണ്ടെന്ന് മനസ്സിലായല്ലോ. നാം ടാബ് ഉണ്ടെന്ന് നോക്കിയപ്പോ ഇഫ് ഫൗണ്ട് കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് വിളിക്കും.
മനസ്സിലായോ? ഹലോ, എക്സ്പാൻഡ് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മള് ഈ പറയുന്ന ലൈനിൽ എത്തി നിൽക്കുകയെന്ന് അറിയാലോ. അതെ. നമ്മള് പ്രോസസ് ചെയ്യാൻ പോവാന്ന് മനസ്സിലായല്ലോ. അപ്പൊ പ്രോസസ് ലൈനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സെർച്ച് ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓപ്പ് കോഡിന്റെ വാല്യൂ നാം ടാബിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പോയി. അപ്പൊ നാം ടാബില് ഈ പറയുന്ന ഓപ്പ് കോഡ് ഇല്ലേ? ഉണ്ട്. മാക്രോ നെയിം അല്ലേ? അത് ഉണ്ടെന്ന് മനസ്സിലായി. ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കാൻ പറഞ്ഞില്ലേ? അതെ. അല്ല മിസ്സേ, ഈ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിനകത്ത് ഇനി അങ്ങോട്ട് പോവാ. ഓക്കെ. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. കണ്ടു, നമ്മളിനി എക്സ്പാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കണം. അത് പോകുന്നത് ഇവിടാണ് നമ്മുടെ എക്സ്പാൻഡ്. കണ്ടോ? വായിക്കാവോ നിങ്ങക്ക്? ഇത് വലുതാക്കണോ? ഇപ്പം നമ്മള് എക്സ്പാൻഡിലോട്ട് എത്തി. ഇപ്പം എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ എന്താക്കും? ട്രൂ ആയി. നേരത്തെ എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ ഫോൾസ് ആയിരുന്നു. ഇപ്പൊ എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നു ട്രൂ എന്ന്. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് ഡിഫൈൻ ടാബിന് പ്രോട്ടോടൈപ്പ് എടുക്കുക. ഡിഫൈൻ ടാബിൽ ആദ്യം കാണുന്ന എന്താ? ഇതല്ലേ പ്രോട്ടോടൈപ്പ് അല്ലേ ഇത്? അതെടുത്തിട്ട് ഇനി എന്നാ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ആർഗ്യുമെന്റ്സ് മാക്രോ കോളിന്ന് എടുക്കുക. മാക്രോ ഇൻവോക്കേഷൻ എന്ന് പറയുന്നതാണ് മാക്രോ കോള്. ആക്ച്വലി ഈ പറയുന്ന ഈ മാക്രോ ലേബലും അതിന്റെ ആർഗ്യുമെന്റ്സ് മെൻഷൻ ചെയ്യാണ് ഈ ഒരു സ്റ്റെപ്പിനെ മാക്രോ കോൾ എന്ന് വിളിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം ഈ പ്രോട്ടോടൈപ്പിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ആർഗ്യുമെന്റ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നേ, ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി write the macro invocation to expanded file as a comment. ഞാൻ മാക്രോ കോൾ എന്ന് പറയുന്നത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന ഫയലിലോട്ട് ഒരു കമന്റ് ലൈൻ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇനി മാക്രോ ഡെഫിനിഷനിലോട്ടാണ് കയറി. മാക്രോ ഡെഫിനിഷൻ തീരുന്നിടം വരെ നമ്മൾ ഈ ലൈനും ഈ രണ്ട് ഫങ്ഷൻസും വിളിക്കുന്നു. ഹലോ, ഇനി നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഈ മാക്രോ ഡെഫിനിഷനിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പം അതില് മാക്രോ ഡെഫിനിഷനിലെ സ്റ്റേറ്റ്മെന്റ്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലൈനിന് എക്സ്പാൻഡിൻ്റെ അകത്ത് വരുന്നത് ഗെറ്റ് ലൈൻ. അപ്പൊ നമ്മൾ ആ ഡെഫിനിഷനിലെ ഫസ്റ്റ് ലൈൻ എടുക്കുന്നു. ഫസ്റ്റ് ലൈൻ എടുക്കുമ്പോൾ ഗെറ്റ് ലൈൻ ഫംഗ്ഷനിലോട്ട് പോയപ്പോ എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ ഓൾറെഡി ട്രൂ ആണെന്ന് അസൈൻ ആയില്ലേ? അതെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെറ്റ് നെക്സ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ ഈ പറയുന്ന ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടാണ്, അപ്പുറത്തോട്ട് പോയിട്ടില്ല. ഇവിടാ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇവിടാണ്, ഈ പ്രോട്ടോടൈപ്പിന്റെ അവിടെ നിൽക്കുന്നേ. അപ്പം അത് നിൽക്കുമ്പോഴാണ് ഗെറ്റ് ലൈൻ പറഞ്ഞത്. അപ്പൊ എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ ഫോൾസ് ആയോണ്ട് നമ്മൾ ഗെറ്റ് നെക്സ്റ്റ് ലൈൻ ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുമ്പം ഈ ലൈൻ ക്ലിയർ എക്സ് എന്നുള്ളത് എടുക്കുന്നു. മനസ്സിലായോ? പറഞ്ഞതല്ലേ? മനസ്സിലായല്ലോ? അപ്പം ഗെറ്റ് ലൈനിൽ പോയിട്ട് ആ ലൈൻ എടുക്കുന്നു. ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ആ പൊസിഷൻ റൊട്ടേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആർഗ്യുമെന്റ് ടാബിന്ന്. അത് കഴിഞ്ഞ് പ്രോസസ് ലൈനിലോട്ട് പോകുന്നു. ആർഗ്യുമെന്റ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ
അവിടുത്തെ ഓപ്കോഡിന്റെ വാല്യൂ നാം ടാബിൽ ഇല്ലല്ലോ. ഇല്ലാത്തത് കൊണ്ട് ഇനി ഓപ്കോഡിന്റെ വാല്യൂ മാക്രോ ആണെന്ന് നോക്കുന്നു. ഇവിടെ മാക്രോ അല്ല. ഇനി അടുത്തത് നോക്കുന്നത് ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ആ സോഴ്സ് ലൈൻ അതേപടി ഈ ക്ലിയർ എക്സ് എന്ന് പറയുന്ന അതേപടി ഫയലിലോട്ട് എടുത്തെഴുതുക. മനസ്സിലായോ? ഹലോ. ഇനി അപ്പൊ അത് പ്രോസസ് ചെയ്ത് കഴിയുമ്പം നമ്മള് എങ്ങോട്ട് എക്സ്പാൻഡിങ്ങിന്റെ അവിടെ പോകുന്നു. ഗെറ്റ് ലൈനിലോട്ട് പോകുന്നു. എക്സ്പാൻഡിങ് 2 ആണ്. അടുത്ത ലൈൻ എടുക്കുന്നു. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ക്ലിയറയിലെത്തി. ക്ലിയറയിൽ എത്തുമ്പം നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആർഗ്യുമെന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ടാബിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പ്രോസസ് ലൈനിൽ പോകുന്നതും പ്രോസസ് ലൈനിൽ എത്തുമ്പം നാം ടാബിൽ ഉണ്ടോ നോക്കുന്നു ഓപ്കോഡ്. ഇനി മാക്രോ ആണോ നോക്കുക. അല്ലെങ്കിൽ അതേപടി ആ ലൈൻ എഴുതുക. ഇതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലിയറൈൻ അതേപടി ഫയലിലോട്ട് എടുത്തെഴുതുന്നു. അപ്പൊ അതിങ്ങനെ പ്രോസസ് ചെയ്ത് അവസാനം നമ്മൾ ഇതെല്ലാം പ്രോസസ് ചെയ്ത് കഴിയുമ്പം മാക്രോ ഡെഫിനിഷനിലെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും തീർന്നു കഴിഞ്ഞാൽ മാക്രോ ഡെഫിനിഷന്റെ എൻഡ് അറിയുന്ന എപ്പോഴാണ് എംഎൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിന് എക്സ്പാൻഡിങ്ങിന്റെ അവിടുത്തേത് പ്രോസസ് ചെയ്ത് കഴിയും. വൈൽ ലൂപ്പ് തീർന്നു. പിന്നെ എക്സ്പാൻഡിങ്ങിന്റെ വാല്യൂ ഫോൾസ് എന്ന് സെറ്റ് ചെയ്യും. അതായത് എക്സ്പാൻഷൻ കഴിഞ്ഞെന്നാണ് അർത്ഥം. ക്ലിയർ ആയോ അൽഗോരിതം? ഇത്രേ ഉള്ളൂ മാക്രോ പ്രോസസറിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇത്രയും പോരെ? ഇനി അടുത്തത് ഇച്ചിരി ഇതുണ്ട്. അൽഗോരിതം ഇത്രയാണ്. ഇന്ന് ഇത്രയും വെച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹലോ. കുഴപ്പമില്ല. ഞാൻ ചോദിച്ചോളാം. ഞാൻ ഡയറക്റ്റ് വരുമ്പോൾ ചോദിച്ചോളാം. ശരിയാണ്.